പ്രൈസ് ദി ലോർഡ്. 119 സങ്കീർത്തനം 11 വാക്യം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ആത്മീക ജീവിതത്തിലെ അപകടമാകുന്ന പാപങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ളൊരു മുന്നറിയിപ്പാണ് ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നും 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി, ദൈവവചനത്തിന് പാപത്തിൽ നിന്നും നമ്മെ സൂക്ഷിക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായി, ദൈവവചനത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ അത് പാപത്തിൽ വീഴുവാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനുള്ളതാണ്. നാം വചനം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ അത് നമ്മുടെ വഴികാട്ടിയായിത്തീരുന്നു. അത് നമ്മെ നേരായ പാതയിലൂടെ നയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. പാപം ആരംഭിക്കുന്നത് പ്രവൃത്തികളിലല്ല, മറിച്ച് അത് നമ്മുടെ ചിന്തകളിലാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഹൃദയത്തിൽ ദൈവവചനമുണ്ടെങ്കിൽ അത് ശരിയായ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന പാപചിന്തകളുടെ മേൽ ജയമെടുക്കുവാനായിട്ട് നമുക്ക് കരുത്ത് നൽകുന്നു. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ്. താൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഓരോ പ്രാവശ്യവും താൻ സാത്താനെ ജയിച്ചത് തൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചതായിരിക്കുന്ന തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവവചനം ഉദ്ധരിച്ചാണ് മറുപടി നൽകി സാത്താനെ കർത്താവ് ജയിച്ചത്. അതുകൊണ്ട് പ്രിയരെ, ദൈവവചനത്തിന് നമ്മുടെ ആത്മീക ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ആകയാൽ ലഭ്യമാകുന്ന സമയങ്ങൾ നാം ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിലുപരിയായി നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് അതൊരു മുതൽക്കൂട്ടായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാപത്തിൽ വീഴാതെ വചനത്താൽ സൂക്ഷിക്കപ്പെട്ട് ഒരു ആത്മീക ജീവിതം നയിപ്പാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.